കർഷകരുടെ ക്ഷേമത്തോടൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയാണ്. ഏറ്റവും പുതുതായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 29 രൂപയുടെ ഭാരത് അരിയും ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനയിലെ വിലക്കയറ്റം മറികടക്കാൻ ഉപഭോക്താക്കൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ്. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ ഭാരത് അരി പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ വിലക്കയറ്റം തുടരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാണിത്. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ വിൽക്കുന്നത്. ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. രാജ്യത്തുടനീളം അരി വിതരണം ചെയ്യാനുള്ള 100 വാനുകളുടെ ഫ്ളാഗ് ഓഫും കേന്ദ്രമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. जो सोच है, जो समाज के हर वर्ग की चिंता करती है, वास्तव में इसने भारत को अब अमृत काल में नई दिशा में बड़ा सोच के साथ तैयार किया है. देश को एक विकसित राष्ट्र बनाने के लिए 2047 तक विकसित भारत बनाने के लिए കർഷകരുടെയും രാജ്യത്തെ ജനങ്ങളുടെയും ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സർക്കാർ കർഷകരിൽ നിന്ന് അവശ്യ സാധനങ്ങൾ സംഭരിക്കുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം സബ്സിഡി നിരക്കിൽ ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. ചില്ലറ വിൽപ്പനയിൽ മിതമായ നിരക്കിൽ അരി ലഭ്യത ഉറപ്പാക്കുകയാണ് ഭാരത് അരി പുറത്തിറക്കിയതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില മിതമായ നിലയിൽ നിലനിർത്താൻ സഹായിക്കും. ഉപഭോക്താക്കളുടെ ക്ഷേമത്തിനായി ഇന്ത്യ സർക്കാർ സ്വീകരിച്ചു വരുന്ന നിരവധി നടപടികളിൽ ഏറ്റവും പുതിയതാണ് ഭാരത് അരി. ആദ്യഘട്ടത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ 3 ഏജൻസികൾ വഴിയാണ് അരി വിതരണം ചെയ്യുന്നത്. മറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്കും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും വിൽപ്പന പിന്നീട് വ്യാപിപ്പിക്കും. കിലോയ്ക്ക് 27 രൂപ 50 പൈസ നിരക്കിൽ ഭാരത് ആട്ട നേരത്തെ വിപണിയിലെത്തിച്ചിരുന്നു. 5 കിലോ 10 കിലോ പാക്കറ്റുകളായാണ് ഇതും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയത്. അതുപോലെ കിലോയ്ക്ക് 60 രൂപ നിരക്കിൽ ഭാരത് ദാലും വിപണിയിലുണ്ട്. 3 കേന്ദ്ര ഏജൻസികൾക്ക് പുറമെ തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളും ഭാരത് ദാലിന്റെ ചില്ലറ വിൽപ്പനയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഭാരത് അരിയുടെ വിൽപ്പന ആരംഭിക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് ഈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അരി, ആട്ട, പരിപ്പ്, ഉള്ളി എന്നിവ ന്യായവും താങ്ങാവുന്നതുമായ വിലയിൽ ലഭിക്കും. PM ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കീഴിൽ കർഷകർ, പൊതു ഉപഭോക്താക്കൾ, പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിലുള്ള 80 കോടിയിലധികം ഗുണഭോക്താക്കൾ കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് വിവിധ രീതികളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കും. കർഷകർക്കായി ഭക്ഷ്യധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ എന്നിവയുടെ മിനിമം താങ്ങുവില സർക്കാർ നിശ്ചയിക്കുന്നു. ഇതുകൂടാതെ കർഷകർക്ക് MSPയുടെ പ്രയോജനം ഉറപ്പാക്കുന്ന പ്രൈസ് സപ്പോർട്ട് സ്കീം നടപ്പിലാക്കുന്നതിനായി രാജ്യവ്യാപകമായി സംഭരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2023-24 റാബി വിപണന സീസണിൽ 21.29 ലക്ഷം കർഷകരിൽ നിന്ന് 262 ലക്ഷം മെട്രിക് ടൺ ഗോതമ്പ് MSP നിരക്കിൽ ക്വിന്റലിന് 2125 രൂപ നിരക്കിൽ സംഭരിച്ചു. സംഭരിച്ച ഗോതമ്പിന്റെ ആകെ മൂല്യം 55,679.73 കോടി രൂപയാണ്. 2022-2023 ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ 124.97 ലക്ഷം കർഷകരിൽ നിന്ന് 569 ലക്ഷം മെട്രിക് ടൺ ഗ്രേഡ് A അരിയാണ് ക്വിന്റലിന് 260 രൂപ MSP നിരക്കിൽ സംഭരിച്ചത്. സംഭരിച്ച അരിയുടെ ആകെ മൂല്യം 1,74,368.70 കോടി രൂപയാണ്. ഈ മാസം 4-ാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം 2023-2024 ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ ഗ്രേഡ് A നെല്ലിന് ക്വിന്റലിന് 2,203 രൂപ MSP നിരക്കിൽ ഏകദേശം 77.93 ലക്ഷം കർഷകരിൽ നിന്ന് 414 LMT അരി സംഭരിച്ചു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം സംഭരിച്ച ഗോതമ്പും അരിയും പൂർണ്ണമായും അർഹരായ ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി നൽകുന്നു. കോവിഡ് കാലത്ത് ആരംഭിച്ച പദ്ധതിയുടെ കാലാവധി 2028 ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. കൂടാതെ ഏകദേശം 7.37 ലക്ഷം മെട്രിക് ടൺ നാടൻ ധാന്യങ്ങളും തിനവിളകളും MSP നിരക്കിൽ സംഭരിക്കുകയും പൊതുവിതരണ സംവിധാനമോ മറ്റു ക്ഷേമ പദ്ധതികൾക്ക് കീഴിലോ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. നടപ്പുവർഷം ഏകദേശം
6.34 LMT നാടൻ ധാന്യങ്ങളും തിനവിളകളും സംഭരിച്ചു. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടാത്ത ഉപഭോക്താക്കൾക്കായും നിരവധി നടപടികൾ കൈക്കൊള്ളുന്നു. ഭാരത് ആട്ട, ഭാരത് ദാൽ, ഭാരത് അരി, തക്കാളി, സവാള എന്നിവയുടെ മിതമായ നിരക്കിലും ന്യായവിലയിലും വിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയാണ്. ഓപ്പൺ മാർക്കറ്റ് സ്കെയിൽ സ്കീമിന് കീഴിൽ ഗോതമ്പ് വിൽക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി പ്രതിവാര ലേലം നടത്തുന്നു. ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം ഡൊമസ്റ്റിക്കിന് കീഴിൽ വിൽപ്പനയ്ക്കായി മൊത്തം ഗോതമ്പിന്റെ അളവ് 2024 മാർച്ച് വരെ 101.5 LMT ആയി കേന്ദ്ര സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് 2023 ഡിസംബർ വരെ 57 LMT ആയിരുന്നു. ഗോതമ്പിന്റെ വില നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിത്. ആഭ്യന്തര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ഗോതമ്പ് കയറ്റുമതി ഇതിനകം നിരോധിച്ചിട്ടുണ്ട്. ഗോതമ്പ് സ്റ്റോക്ക് സൂക്ഷിക്കുന്നതിനും സർക്കാർ പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർഷകരുടെ ക്ഷേമവും ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവുകളാണ് ഭാരത് അരി അടക്കമുള്ള സംരംഭം.